ഹായ്, ഞാൻ അമേരിക്കയിലെ ടെക്സാസ് സ്റ്റേറ്റിലെ ഡാലസ് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഡാലസിലെ ജുമാ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ജുമാ പങ്കെടുക്കുന്ന പള്ളി ഏതാണ്, അവിടുത്തെ ജുമാൻ്റെ കാര്യങ്ങൾ എന്താണ്, പള്ളീൻ്റെ വിശേഷങ്ങൾ എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം. ജുമാ പങ്കെടുക്കുന്ന കാഴ്ചയിലേക്ക് ഡാലസിൽ നിന്നുണ്ട്. ഇവിടെ ഡാലസിലെ മെയിൻ റോഡാണ്. അപ്പോൾ ഇവിടുത്തെ പള്ളിയായിട്ട് തന്നെ നിർമ്മിച്ചതാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുരോഗമനം, അതിൻ്റെ എന്താ പറയുക സർവീസും കാര്യങ്ങളൊക്കെ വളരെ സ്വാതന്ത്ര്യമായി ജനകീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ പള്ളീൻ്റെ കാഴ്ചയിലേക്ക് പോകാം. പള്ളിക്കുള്ള സൗകര്യങ്ങൾ, ഇവിടുത്തെ ജുമാ കാഴ്ചകൾ, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ ഇതിനോട് ചേർന്നിട്ട് നമുക്ക് ശരിക്കും നല്ല പാർക്കിങ്ങുകളുണ്ട് കേട്ടോ. ഈ ബിൽഡിങ് മൊത്തത്തിൽ പള്ളിയാണ്. ഈ പള്ളിനോട് ചേർന്നിട്ട് മദ്രസയും പിന്നെ ഇതേപോലെ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ, ക്ലാസ് നടക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഫുള്ള് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു മസ്ജിദാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊക്കെ ഇതിൻ്റെ പാർക്കിംഗ് ആണ്, ഇതിൻ്റെ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള പാർക്കിംഗ് ആണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ നമുക്ക് പള്ളീൻ്റെ ഉള്ളിലെ കാഴ്ചയിലേക്ക് പോകട്ടോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നോമ്പ് തുറക്കാനും നമുക്ക് ജുമാ പങ്കെടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ കാഴ്ചകളായിട്ട് നമുക്ക് ഓരോ വീഡിയോ എടുക്കാം. നമ്മൾ കയറി വരുമ്പം തന്നെ ഇവിടെ കാണുന്നത് കണ്ടില്ലേ, റമദാൻ മുബാറക്കിൻ്റെ ഒരു സിഗ്നലാണ്. ഇവിടെ ഇതൊരു സർവീസാണ് ഇപ്പോൾ. ഇവിടെ ഈ പള്ളീൻ്റെ അണ്ടറിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങൾക്കുള്ള ഒരു പൊതുവെ മൊത്തം ജനങ്ങൾക്കുള്ള ഒരു സർവീസ് ഈ പള്ളിയിൽ നിന്നും ചെയ്യുന്നതാണ് ഇപ്പോൾ. പിന്നെ നമുക്ക് പള്ളീൻ്റെ ഉള്ളിലെ കാഴ്ചകൾക്ക് പോകാം. ഇവിടെ ഓഡിറ്റോറിയം, ഇവർക്കൊരു ഓഡിറ്റോറിയം ഉണ്ട്. ഇവിടെ ഖുർആൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ വിശദമായിട്ട് കാണാം. പക്ഷെ ഓറലായിട്ട് ഇത്രയും വലിയൊരു സൗകര്യങ്ങളാണ്. ഇത് നോമ്പ് തുറക്കുന്നതും നോമ്പ് തുറയൊക്കെ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഖുർആൻ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. ഇവിടത്തെ ഒരു മുസ്ലിമാണ്. അസ്സലാമു അലൈക്കും. You are from? I am from East Africa, Eritrea. You serving in this masjid? Yes, indeed, yes. Okay, your good name? Abdul Qadir Muhammad Aman. How many years you here? I'm here about 21 years. 21 years. Yes, masjid. This masjid. This masjid, how many years ago? I say about 11. 11. 11 years. Okay. It used to be a church, a warehouse, a church, and then we bought it. We converted to masjid. Okay, before this church. Yes. And convert to masjid. To masjid. Buy after. Inshallah. Khair, huh? And this is Rashid Saab. Okay. He's the imam. Imam. Okay. Inshallah. Okay. Assalamu alaikum. This is Imam. Your good name, sir? Yeah, I am second imam. Not first Second imam. imam. Okay. First imam is inside. Inside. Okay. Yeah. Okay. How many years this masjid in here? Around 10 years. 10 years. How's going? Good, huh? Mashallah. Everything is good. Yeah. Okay. Inshallah. Ramadan Mubarak. These are through India. Yeah. I told you. അപ്പം ഇതാണ് നമ്മളത് പള്ളിയിലെ സൗകര്യങ്ങൾ, കണ്ടങ്ങൾ. ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പം ഇനി ജുമാ നമുക്ക് ബാങ്ക് കൊടുക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇങ്ങോട്ടാണ് ഖിബ്ല ഉള്ളത്. ഇത് additional prayer which brings us closer to Allah subhanahu wa ta'ala is a means for our forgiveness. We must be thankful to Allah subhanahu wa ta'ala that He has allowed us to realize and to understand that the sufferings of others, when we feel hungry and thirsty, it makes us feel for those who are less fortunate, those. Allahu Akbar. مالك يوم الدين إياك نعبد وإياك نستعين